മാ അഹലൽ അൽവാൻ, എന്ത് മനോഹരമായ നിറങ്ങൾ. ഇതൊരു പാട്ടാണ്, പാടി നോക്കാം. അസ്ഫർ അസ്ഫർ അസ്ഫർ. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ, മഞ്ഞ നിറം, മഞ്ഞ നിറം, മഞ്ഞ നിറം, മഞ്ഞ നിറം. അസ്ഫർ ലോനുൻ ഫിൽ അസ്മാർ, പഴങ്ങളിൽ മഞ്ഞ നിറമുണ്ട്. പഴങ്ങളിൽ മഞ്ഞ നിറം കാണാറുണ്ടല്ലോ അല്ലേ? വാഴപ്പഴം മഞ്ഞ നിറമാണ്, മാങ്ങ മഞ്ഞ കളറിലുണ്ടാകും, അങ്ങനെ പല പഴങ്ങളും മഞ്ഞ നിറത്തിലുണ്ടാകും. അടുത്ത വരി അഹ്മർ അഹ്മർ അഹ്മർ, ചുവപ്പ് ചുവപ്പ് ചുവപ്പ്. അഹ്മർ ലൗനുൻ ഫിൽ അസ്ഹാർ, പൂക്കളിൽ ചുവപ്പ് നിറമുണ്ട്. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ധാരാളമുണ്ടല്ലേ? പനിനീർ പൂവ് ചുവന്ന നിറമാണ്, ചെമ്പരത്തി ഉണ്ടാവും ചുവന്ന നിറത്തിൽ, അങ്ങനെ പല പൂക്കളും ചുവന്ന നിറത്തിലുണ്ട്. അഹ്ലർ അഹ്ലർ അഹ്ലർ, പച്ച പച്ച പച്ച. അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച നിറം. അഹ്ലർ ലൗനുൻ ഫിൽ ഔറാഖ്, ഇലകളിൽ പച്ച നിറമാണുള്ളത്. ഇല, എല്ലാ ഇലയും അല്ലേ? പല ഇലകളും പച്ച നിറമാണ്. പച്ച നിറമില്ലാത്ത ഇലകൾ വളരെ കുറച്ചേ ഉള്ളൂ. അബിയൽ അബിയൽ അബിയൽ, വെളുപ്പ് വെളുപ്പ് വെളുപ്പ്. അബിയൽ ലൗനുൻ ഫിൽ അസ്നാൻ, പല്ലുകളിൽ നമുക്ക് വെളുപ്പ് നിറം കാണാം. പിന്നെ അസ്വദ് അസ്വദ് അസ്വദ്, കറുപ്പ് കറുപ്പ് കറുപ്പ്. കറുപ്പ് എവിടെയാണ്? അസ്വദ് ലൗനുൻ ഫിൽ അഫിയാൽ, ആനകളിൽ കറുത്ത നിറമുണ്ട്. ഫീലുൻ ജംഅ അഫിയാൽ, ആനകൾ, ആനകൾ കറുത്ത നിറമാണല്ലേ? അസറക്ക് അസറക്ക് അസറക്ക്, നീല നീല നീല. അസറക്ക് ലൗനുൻ ഫിൽ അക്ലാം, പേനകളിൽ നീല നിറമുണ്ട്. നീലമഷി പേനയാണ് നമ്മൾ എഴുതാൻ വേണ്ടി പൊതുവെ ഉപയോഗിക്കാറല്ലേ? നീലയും കറുപ്പും ഉണ്ടാവും. അസറക്ക് അസ്ഫർ അബിയൽ അഹ്മർ, നീല മഞ്ഞ വെളുപ്പ് ചുവപ്പ്. അഹ്ലർ ഫിൽ ബുസ്താൻ, പച്ച. എല്ലാം എവിടെയുണ്ട്? ഫിൽ ബുസ്താൻ, പൂന്തോട്ടത്തിലുണ്ട്. അതൊന്ന് ഒരുമിച്ച് പാടി നോക്കൂ. അസറക്ക് അസ്ഫർ അബിയൽ അഹ്മർ അഹ്ലർ ഫിൽ ബുസ്താൻ, നീലയും മഞ്ഞയും വെളുപ്പും ചുവപ്പും പച്ചയും പൂന്തോട്ടത്തിലുണ്ട്. പൂന്തോട്ടത്തിൽ എല്ലാ കളറുകളും ഉണ്ടല്ലേ? പല കളറിലുള്ള പൂക്കളുണ്ടാകും, പൂമ്പാറ്റകളുണ്ടാകും, ചെടികളുണ്ടാകും, ഇലകളുണ്ടാകും, എല്ലാം ഉണ്ടാകും. ബുന്നി ബുന്നി വർദി അസ്വദ്, ബുന്നി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറം, ബ്രൗണ് അല്ലേ? ബുന്നി. വർദി, വർദി മീൻസ് പിങ്ക് നിറം അല്ലെങ്കിൽ റോസ് നിറം. അസ്വദ്, കറുപ്പ് നിറം. അങ്ങനെ എന്തൊക്കെ നിറങ്ങളാണ്? മാ അഹലൽ അൻവാൻ, എന്ത് മധുരമുള്ള, എന്ത് മനോഹരമായ നിറങ്ങളാണ്. നിറങ്ങൾ ഇഷ്ടമല്ലേ? പല നിറങ്ങൾ, പല ഭംഗിയുള്ള നിറങ്ങളാണല്ലേ? എല്ലാം നല്ല രസമാണ് കാണാൻ. ഇവിടെ നുലാഹിലു വനഫഹമു, നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഖമീസുൻ ബുന്നിയുൻ, വായിക്കൂ. ഖമീസുൻ ബുന്നിയുൻ, ബ്രൗൺ ഷർട്ട്. ഖമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ട്, ബുന്നി ബ്രൗൺ, തവിട്ട് നിറത്തിലുള്ള ഷർട്ട്. അടുത്തതോ കൂബുൻ ബുർത്തുക്കാലിയുൻ, ഓറഞ്ച് കപ്പ്. കൂബുൻ കപ്പ്, ബുർത്തുക്കാലി ഓറഞ്ച്. ഓറഞ്ച് കപ്പ് എന്നതിന് കൂബുൻ ബുർത്തുക്കാലിയുൻ. അടുത്തത് വറക്കുൻ അഹ്ലറു, ഗ്രീൻ ലീഫ്, പച്ച ഇല. വറക്കുൻ ഇല, അഹ്ലർ പച്ച. വറക്കുൻ അഹ്ലർ, പച്ച ഇല. വർദുൻ അഹ്മർ, ചുവന്ന റോസാപ്പൂ. വർദുൻ റോസാപ്പൂ. അഹ്മർ ചുവന്ന, ചുവന്ന റോസ്, ചുവന്ന പനിനീർപ്പൂവ്. ഇനി ഇന്ത്യയുടെ പതാക കൊടുത്തിരിക്കുന്നു അല്ലേ? അലമുൽ ഹിന്ദ്. പതാകക്ക് എന്താ പറയുക? അലം അല്ലെങ്കിൽ ലിവാ, ലിവാ ഉൽ ഹിന്ദ്. അതിലെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? സഅഫറാൻ അല്ലെങ്കിൽ സഅഫറാനിയുൻ, കുങ്കുമ നിറം. സഅഫറാൻ മീൻസ് കുങ്കുമം. രണ്ടാമത്തത് അബിയൽ, വെളുപ്പ്. ഏറ്റവും താഴെ അഹ്ലർ, പച്ച. അങ്ങനെ 3 നിറങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പതാകയിലുള്ളത്. അടുത്ത പേജിൽ നുലവ്വിനു വനുക്കുമിലു, നമുക്ക് നിറം കൊടുക്കാം, പൂരിപ്പിക്കാം. കുറേ പൂക്കളുടെ ചിത്രമുണ്ട്, എല്ലാത്തിനും നിറം കൊടുക്കണം, അതേപോലെ പൂരിപ്പിക്കുകയും വേണം. ഒന്നാമത്തെ പൂവ് ഡാലിയാണ് അല്ലേ? ഡാലിയ അസറക്, നീല ഡാലിയ. അപ്പോൾ ഡാലിയയുടെ കളർ എന്താണ്? നീല. അപ്പോൾ ഈ ഡാലിയ പൂവിന് നീല നിറം കൊടുക്കുക. അടുത്തത് വർദുൻ ഡാഷ്,
വർദിൻ്റെ കളർ എന്തായിരിക്കും? ചുവപ്പാണല്ലേ. അപ്പോൾ വർദുൻ അഹ്മർ, ചുവന്ന പന്നീർപ്പൂ. ആ പന്നീർപ്പൂവിന് ചുവന്ന നിറം കൊടുക്കുക. പിന്നെ സമ്പക്കാണ് അടുത്തത്. സമ്പക്ക് എന്ന് പറഞ്ഞാൽ ലില്ലി, ലില്ലിപ്പൂ. ലില്ലി എന്താണ് നിറം? ലില്ലിക്ക് നമുക്ക് ഒരു യെല്ലോ കൊടുക്കാം അല്ലേ, അസ്ഫർ. സമ്പക്കുൻ അസ്ഫർ, യെല്ലോ ലില്ലി. ലില്ലി പല നിറത്തിലുണ്ടാവും. അടുത്തത് ഫുല്ലുൻ. ഫുല്ല് മീൻസ് ജാസ്മിൻ, മുല്ല. ഫുല്ലുൻ അബിയത്, മുല്ല വെള്ള നിറമാണ് അല്ലേ. അപ്പോൾ വെള്ള നിറമായതുകൊണ്ട് പ്രത്യേകിച്ച് നിറമൊന്നും കൊടുക്കണ്ട, അതിൻ്റെ ഇലക്ക് പച്ച നിറമൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇതോടെ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് 4ാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങാം.